ഒരു സിനിമാ താരം വന്നാൽ മാത്രമേ ഒരു പരിപാടി കൊഴുക്കുകയുള്ളൂ എന്നുള്ളൊരു ഒരു ഒരു കാഴ്ചപ്പാടുണ്ട്. ഇപ്പോഴും ഉണ്ട്, ഇന്നും ഉണ്ട്. ആ ഒരു കാര്യത്തിൽ എൻ്റെ ഈ ശ്രമമുണ്ടല്ലോ, സിനിമ അല്ല, ഗ്ലാമർ അല്ല യഥാർത്ഥ കല, അത് വെറും ഗ്ലാമർ മാത്രമാണ്, മഴയത്ത് ഒലിച്ചു പോകുന്നത് മാത്രമാണ് എന്ന് പഠിപ്പിക്കാനായി ഇത്രയും കൊല്ലം ഞാൻ ശ്രമിച്ചിട്ടും പരാജയപ്പെട്ടിട്ടേ ഉള്ളൂ. ഞാൻ 120 പരിപാടികൾ സംവിധാനം ചെയ്തു. ഈ 120 പരിപാടി 6500ഓളം വേദികളിൽ അവതരിപ്പിച്ചിട്ടുമുണ്ട്. എൻ്റെ പരിപാടികളിൽ സിനിമാ താരങ്ങളില്ല. പക്ഷേ ഇപ്പോൾ എൻ്റെ ഒരു നാടകം 2000 വേദികളിൽ അവതരിപ്പിച്ചു. ഒരു സിനിമാ താരം ഉണ്ടായിട്ടല്ല. മേൽവിലാസം എന്ന നാടകം 1200ഓളം സ്റ്റേജുകളിൽ അവതരിപ്പിച്ചു. ഒരു സിനിമാ താരം ഉണ്ടായിട്ടില്ല. ദീപശിഖ എല്ലാത്തിലും ഒരിക്കലും സിനിമാ താരങ്ങളില്ല. പക്ഷേ ജനങ്ങളുടെ വിശ്വാസം ഒരു സിനിമാ താരം ഉണ്ടെങ്കിലേ ഒരു പരിപാടി വിജയിക്കൂ എന്നുള്ളതാണ്. ആ രീതിയിലാണ് ഒരു കാര്യങ്ങൾ പോകുന്നത്. അതൊരു വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇവരെ കണ്ടുകൊണ്ട്, ഇവരുടെ ഗ്ലാമറും ഇവരുടെ പണവും ഇവരുടെ ഹുങ്കും എല്ലാം കണ്ടുകൊണ്ട് ആൾക്കാർ ധരിക്കുന്ന എല്ലാ കലാകാരന്മാരും ധനികരാണ്, സമ്പന്നരായിട്ട് ജീവിക്കുകയാണ് എന്നുള്ളതാണ്. ഒരു നേരം ഭക്ഷണം കഴിക്കാനില്ലാത്ത കലാകാരന്മാരുണ്ട്. അവരിന്നും അവരുടെ കലയ്ക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്നവരാണ്. മറ്റുള്ള ജോലി ചെയ്ത് അവർ ആ പൈസയുടെ ഒരു വിഹിതം കലയ്ക്ക് വേണ്ടി മാറ്റിവെച്ച് കളിക്കുന്നവർ ഒരുപാട് പേരുണ്ട്. ഇപ്പം നാടകവും സിനിമയും തന്നെ എടുത്താൽ തന്നെ ഇപ്പം ഈ 2 വിഭാഗത്തിലാണ് സാംസ്കാരിക വകുപ്പ് മത്സരം നടത്തി ഫസ്റ്റ് പ്രൈസ്, സെക്കൻഡ് പ്രൈസ്, ബെസ്റ്റ് ഡയറക്ടർ, ബെസ്റ്റ് ആക്ടറൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ ഒരു സിനിമയുടെ ഇത് വരുമ്പോൾ ഇന്ന് അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ ആരാണ് ജൂറി ചെയർ, ആരൊക്കെയാണ് ജൂറിയിലെ അംഗങ്ങൾ, എന്തൊരു പ്രാധാന്യമാണ് കൊടുക്കുന്നത്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു വലിയ സദസ്സും ഒരുപാട് രൂപ മുടക്കി അതിനുള്ള അവാർഡ് ഫംഗ്ഷനും ഒക്കെ നടക്കും. എന്നിട്ട് അതുപോലെയാണ് നാടകത്തിന് നടത്തുന്നത്. നാടകത്തിന് ആ ഒരു ആൾക്ക് 1 ലക്ഷം രൂപ, സിനിമയിൽ 1 ലക്ഷം രൂപയാണ് ബെസ്റ്റ് ആക്ടർ, മറ്റ് 1 ലക്ഷം രൂപയാണ് ബെസ്റ്റ് ആക്ട്രസ്, ബെസ്റ്റ് ഡയറക്ടർ 1 ലക്ഷം രൂപ. നാടകത്തിൽ വരുമ്പോൾ അത് 15,000 രൂപയാണ്. എന്നിട്ട് ഈ ചടങ്ങ് നടത്തിയാലായി ആരും വരില്ല. എങ്ങനെയുള്ളവരാണ്? അപ്പോൾ ഈ നാടകത്തിൽ കൂടി ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം വളർന്നതാണ് ഇന്ത്യ. നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന നാടകത്തിൽ കൂടി ഒരു ഭരണമാറ്റം സംഭവിച്ചതാണ്. ഇവിടെ ആദ്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടി വരാനുള്ള ഒരു പ്രധാന കാരണം KPSCയുടെ നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന നാടകമാണ്. അങ്ങനെയുള്ള പവർഫുൾ മീഡിയത്തിനെ ഒഴിവാക്കിക്കൊണ്ട് സിനിമയുടെ പുറകിൽ പോകുമ്പോൾ, സിനിമ മോശമാണെന്നല്ല പറയുന്നത്, സിനിമ തീർച്ചയായിട്ടും വലിയൊരു മീഡിയമാണ്, അത് അതിനെ തള്ളിക്കൊണ്ടല്ല പറയുന്നത്. പക്ഷെ മറ്റ് കലകളെല്ലാം അതിന് താഴെയാണ് എന്ന് പറയുമ്പോൾ അത് എതിർക്കേണ്ടതാണ്.